സദാമാചാരോപദേശോ ഗൃഹ്ണീയത് പുണ്യകർമ്മവത് ബ്രഹ്മചര്യം തപോനൂനം വിദ്യാഭ്യാസായ കൽപ്പതേ. സദാം സജ്ജനങ്ങളുടെ ആചാരോപദേശവും ആചാരത്തെയും ഉപദേശത്തെയും പുണ്യകർമ്മവത് പുണ്യകർമ്മത്തെ പോലെ ഗൃഹീയാത് ഗ്രഹിക്കണം. ബ്രഹ്മചര്യം തപഃ ബ്രഹ്മചര്യവ്രതം നൂനം നിശ്ചയമായും വിദ്യാഭ്യാസായ കൽപ്പതേ വിദ്യാഭ്യാസത്തിന് വിധിക്കപ്പെട്ടിരിക്കുന്നു. സജ്ജനം എന്നത് സാത്വിക വൃത്തിയുള്ള സാത്വിക മനസ്സുള്ള വ്യക്തികളാണ് സജ്ജനം. രജസും തമസും വർദ്ധിച്ചിരിക്കുമ്പോൾ അവരിൽ വൃത്തികളിൽ അല്പം ദുർജനപ്രിയത വരും, ദുർജന സംസ്കാരം ഉണ്ടായിരിക്കും. അപ്പോൾ സാത്വിക വൃത്തിയുള്ള സത്വഗുണമുള്ള വ്യക്തികളെ സജ്ജനം എന്ന് പറയും. അവർക്ക് എന്തായിരിക്കും മുഖ്യ താല്പര്യം? ഒരു സജ്ജനത്തിൻ്റെ മുഖ്യ താല്പര്യം മോക്ഷമായിരിക്കും. മാത്രമല്ല സജ്ജനം ഒരിക്കലും ഹിംസയിൽ രസം കാണുകയില്ല. സജ്ജനം എന്നും ആധ്യാത്മിക സംസ്കാരത്തെ മാനിച്ചുകൊണ്ട് ആധ്യാത്മിക കാര്യങ്ങളിൽ വിചാരം ചെയ്തുകൊണ്ട് ഈശ്വര സാക്ഷാത്കാരത്തിനായിട്ട് കൂടുതൽ പ്രാധാന്യം കൊടുക്കും. അവരെ സജ്ജനം എന്ന് പറയുന്നു. അവർ ജീവിതത്തിൽ ധർമ്മത്തെയാണ് മുഖ്യമായിട്ട് ആചാരത്തിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ സദാം സജ്ജനങ്ങളുടെ ആചാരോപദേശവും ആചാരത്തെയും ഉപദേശത്തെയും പുണ്യകർമ്മവത് പുണ്യകർമ്മത്തെ പോലെ ഗ്രഹിക്കണം. സജ്ജനങ്ങൾ പറയുന്നത് കേൾക്കുക, സജ്ജനങ്ങൾ അനുഷ്ഠിക്കുന്നത് കാണാൻ കഴിയുക, അതൊക്കെ ഒരു പുണ്യമായിട്ട് നിങ്ങൾ ചെയ്ത പുണ്യമാണ് അതൊക്കെ മനസ്സിലാക്കാനായിട്ട് സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അപുണ്യശാലികൾക്ക് ഒരിക്കലും സജ്ജനങ്ങളെ കാണാനോ സജ്ജനങ്ങളുടെ ഉപദേശം കേൾക്കാനോ ഒരിക്കലും നിമിത്തങ്ങൾ ഉണ്ടാവില്ല. നിങ്ങളോട് ഒരു സത്സംഗത്തെക്കുറിച്ച് ഒരാൾ വന്ന് പറയണമെങ്കിൽ പോലും നിങ്ങളിൽ എവിടെയോ പുണ്യത്തിൻ്റെ ഒരു അംശം ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് നിങ്ങൾ അത് കേൾക്കാനുള്ള മനസ്സുണ്ടാകുന്നത്, ശ്രദ്ധിക്കാനായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കത് കേൾക്കാൻ തോന്നുകയില്ല, ഇഷ്ടമുണ്ടാകുകയില്ല. നമ്മൾ അവരെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യും, വെറുതെ നേരം കളയാനായിട്ട്. ആ നേരം എന്തെങ്കിലും ചെയ്താൽ കുറച്ച് പൈസ ഉണ്ടാക്കാമല്ലോ എന്ന് പറയും അവർ. അപ്പം അത് സജ്ജനങ്ങളെ കേൾക്കാന്ന് പറയുന്നത് വ്യക്തിത്വത്തിലിരിക്കുന്ന പുണ്യ അംശത്തിൻ്റെ ഫലമായിട്ടാണ്. പൂർവ കർമ്മ ഫലങ്ങൾ പുണ്യത്തെ ഇപ്പോൾ വായിക്കുന്ന സമയം, അതായത് പുണ്യത്തെ ഫലപ്രാപ്തിയിലെത്തിച്ച സമയത്താണ് നിങ്ങൾക്ക് സത്സംഗവും സജ്ജന സാന്നിധ്യവും ലഭിക്കുന്നത്. ബ്രഹ്മചര്യം തപ ബ്രഹ്മചര്യവ്രതം നിശ്ചയമായിട്ടും വിദ്യാഭ്യാസത്തിൽ വിധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ എഡ്യൂക്കേഷണൽ പീരീഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴായാലും എഡ്യൂക്കേഷൻ ചെയ്യുമ്പോൾ ആധ്യാത്മിക ശ്രവണവും മനനവും സ്വാധ്യായവും വിചാരവും ജീവിതത്തിൽ എപ്പോൾ കൊണ്ടുവന്നാലും അപ്പോൾ ബ്രഹ്മചര്യം ഒരു വ്രതമായിട്ട് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുകയും നമ്മുടെ മേധയിൽ അത് തിളങ്ങി നിൽക്കുകയും ചെയ്യും എല്ലാം. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾക്ക് ചിലതൊന്നും തലയിലിരിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മചര്യത്തിൻ്റെ അഭാവമാണ് എന്ന് മനസ്സിലാക്കാം. ബ്രഹ്മചര്യം വർദ്ധിപ്പിക്കുമ്പോൾ എല്ലാം മേധാശക്തി കൂടും. മേധ എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന സാധനം അവിടെ ഇരിക്കും, അത് പെട്ടെന്ന് തന്നെ, അതാണ് മേധാശക്തി. അപ്പോൾ പഠന സമയത്ത് അത് വളർത്തിയെടുക്കണം. ഭഗവത്ഗീതയിൽ ഒരിടത്ത് പറയുന്നു, യത് യദാചരതി ശ്രേഷ്ഠ തത് തത് ഏവ ഇതരോ ജനഃ സയത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. ശ്രേഷ്ഠനായ ഒരു വ്യക്തി, ഒരു സജ്ജനം എന്ത് ആചരിക്കുന്നുവോ അത് മറ്റുള്ള ആളുകൾ പ്രമാണമായിട്ട് കരുതും.
എന്നുള്ളതാണ്. അപ്പോൾ ഒരു സജ്ജനത്തെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലോകം ആ സജ്ജനത്തിൻ്റെ വഴി അവരുടെ ജീവിതത്തിൻ്റെ വഴിയായിട്ട് കണ്ടെത്തും. ആ ശ്രദ്ധിക്കാനുള്ള മനസ്സ് ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. ശ്രദ്ധിച്ചാൽ മാത്രമാണ് സജ്ജനത്തിൽ നിന്ന് ചിലത് തങ്ങളിലേക്ക് ഊറ്റിയെടുക്കാൻ പറ്റുള്ളൂ. നമ്മളിലേക്കത് കൊണ്ടുവരണം. അതാണ് സജ്ജനങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോൾ പോലും ഒരു സംസ്കാരം നമുക്കുണ്ടാകും. നമ്മളറിയാതെ നമ്മളുടെ പലതരത്തിലുള്ള മാലിന്യങ്ങൾ പോകും. നമ്മുടെ മനസ്സിൽ നിന്ന് പോകും, കർമ്മത്തിൽ നിന്ന് പോകും, ചിന്തയിൽ നിന്ന് പോകും. അതെങ്ങനെയാണ് പോകുന്നതെന്നറിയില്ല. കാരണം എന്താ? സജ്ജന സംസ്കാരം നമ്മളിലേക്ക് ഒരു തെളിനീരുറവ പോലെ വന്ന് നമ്മളിലെ ആ മലിനജലം കഴുകിക്കളയപ്പെടുകയാണ്. അത് ദീർഘകാലത്തെ സഹവാസം കൊണ്ടും ദീർഘകാലത്തെ സാമീപ്യം കൊണ്ടും അതൊക്കെ ഉണ്ടാകും. അതുകൊണ്ടാണ് സത്സംഗത്തിൽ വന്നാൽ മാറ്റം ഉണ്ടാകും, ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകും. നമുക്ക് ആത്മസാക്ഷാത്കാരത്തിൻ്റെ യോഗ്യതയിൽ ഏറ്റവും മുഖ്യമായത് സത്സംഗമാണ്, സജ്ജനങ്ങളുടെ സാമീപ്യമാണ്. അത് അറിയണം.